മാതൃകാപരമായ പ്രവർത്തനം നടത്തിക്കൊണ്ട് സംസ്ഥാന തലത്തിൽ തന്നെ നമുക്ക് ഇടം നേടുന്നതിന് വേണ്ടി കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ഈ ചക്കമേള എന്നതിലുപരി ചക്കമേളയിലൂടെ നമുക്ക് ആ ഒരു രീതിയിലേക്ക് 18 തന്നെ സംസ്ഥാനത്തെ ഫലവൃക്ഷമായി ചക്കപ്പഴ ആ ഒരു രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ എല്ലാ വീടുകളിലും ഒരുപാട് ചക്കകളുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ ഇപ്പൊ ചക്ക അതിന്റെ തൈ നട്ട് ആ ഫലവൃക്ഷം നമ്മൾ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലും പഞ്ചായത്തിൽ ഭാഗത്തുന്നുണ്ട്. ആ ഓരോ വാർഡുകളിലും ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മൾ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുകൊണ്ട് ഓരോ വൃക്ഷത്തൈകൾ വെക്കുന്ന സമയത്തും നമ്മൾ പ്ലാവിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ചക്ക ഇല്ലാന്ന് പറയാൻ വേണ്ടി കഴിയില്ല. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ചക്ക ഫെസ്റ്റ് നടത്താൻ കുറച്ച് വൈകിയത് കൊണ്ട് തന്നെ ചക്കയൊക്കെ പോകുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അതിലുപരി ഇപ്പൊ ചക്കയുടെ ഫെസ്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിലുപരി നമ്മൾ ഇതിലൂടെ സംരംഭത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ചക്കയിലൂടെ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമുക്കറിയാം. അതാണ് അത്ര വേണ്ട വിഭവങ്ങളാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ചക്ക നമുക്ക് കിട്ടുന്ന സമയത്ത് അത് നമുക്ക് ഉൽപ്പന്നങ്ങളാക്കി മാറ്റിക്കൊണ്ട് എല്ലാ വീടുകളിലേക്കും അതോടൊപ്പം തന്നെ കടകളിൽ നിങ്ങൾ സംരംഭമായിട്ട് ആ ഒരു ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരിമാരോട് നമുക്ക് പറയാനുള്ളതാണ്, കഴിഞ്ഞ പ്രാവശ്യവും നമ്മളിതേ ആ ഒരു ലക്ഷ്യത്തിലേക്ക് പോകുന്നതിനെ കുറിച്ചിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഇപ്പൊ ചക്ക ചിപ്സ് തന്നെ നമുക്ക് വിപണിയിൽ ഏറെ സാധ്യത ഉണ്ടാകുന്നുണ്ട്. നല്ല രുചിയോട് കൂടി ആക്കി കഴിഞ്ഞാൽ ചക്ക കൊണ്ടുള്ള അച്ചാറുകളും അങ്ങനെ പല പല ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. അതൊരു സംരംഭമായി നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണം. ഒരു ജീവന മാർഗമായി നമുക്ക് ആ ഒരു വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. ഒരുപാട് മുതൽ മുടക്കൊന്നും നമ്മൾ കൊടുക്കാതെ ഒരു സംരംഭം നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും. ചക്ക ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത്. ആ ചക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ വിപണന സാധ്യതയിലേക്ക് കൊണ്ടുവരണം എന്നാണ് നിങ്ങളോട് ചുരുക്കത്തിൽ നമുക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മൾ എല്ലാ വർഷവും ഒരു ചക്ക മേള സമയത്ത് മാത്രം ഈ ഉൽപ്പന്നം ആക്കി വിപണനം നടത്തുന്നതിലുപരി അതുകൂടി നിങ്ങൾ ഈ ചക്കമേളയിലൂടെ നിങ്ങൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. കൂടാതെ തന്നെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ ഒരു സ്നേഹവീടിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. 2000 കേസ് നല്ലൊരു ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി തീർച്ചയായും കഴിയും. കുടുംബശ്രീ പ്രവർത്തകർ നല്ലൊരു സന്തോഷം നിറഞ്ഞ ഒരു ചടങ്ങിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. നേരത്തെ അധ്യക്ഷ പറഞ്ഞതുപോലെ എല്ലാ വർഷവും നമ്മൾ ചക്കമേള ചക്ക ഫെസ്റ്റ് എല്ലാ വർഷവും നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. നമുക്കറിയാം ഒരുപാട് രുചിയേറുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങളുമായിട്ടാണ് ഇന്ന് കുടുംബശ്രീ പ്രവർത്തകർ ഈ ചക്കമേളയിൽ പങ്കെടുക്കുന്നത്. ചക്കയുടെ ആരോഗ്യമായിട്ടുള്ള ഗുണത്തെ കുറിച്ച് അറിയുന്നതിനും അതോടൊപ്പം തന്നെ ഉത്പാദനത്തെ കുറിച്ച് ജനങ്ങൾക്ക് അവബോധം സൃഷ്ടിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് സംസ്ഥാനത്തൊട്ടാകെ ചക്കമേള ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ചക്കയെ കുറിച്ച് ഒരുപാട് നല്ല വശങ്ങൾ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ചക്ക കിട്ടിക്കഴിഞ്ഞാൽ ആ ചക്കയിൽ ഒന്നും കളയാനില്ല. ആ ചക്ക നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ഗുണമേകുന്ന ഒരു ഔഷധം ഗുണമേകുന്ന ഒരു പഴം തന്നെയാണ് ചക്ക എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സമ്മാനങ്ങളുമായിട്ടാണ് നമ്മൾ ആ നറുക്കെടുപ്പ് കൂപ്പൺ അടിച്ചിട്ടുള്ളത്. അതിന്റെ ഉദ്ഘാടന പരിപാടിയും കൂടെ ഇന്നത്തെ ഒരു വേദിയിൽ വെച്ച് നടന്നു. വിഭവങ്ങളുമായിട്ട് രുചിയേറും വിഭവങ്ങളുമായിട്ട് അജാനൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സീരീസ് നേതൃത്വത്തിലുള്ള കുടുംബശ്രീ ADS ഭാരവാഹികളെ കുടുംബശ്രീ അംഗങ്ങളെ അജാനൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ